മലയാളി മക്കളെ വണക്കം. വീക്കിലി ടാസ്കിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പം ഇന്നലെ രാത്രി, അതായത് ഇന്ന് വെളുപ്പിന് 3 മണി വരെ അൻഷിതയും ജാക്ലിനും ഇരുന്നിട്ടുണ്ടായിരുന്നു ഗെയിമിൻ്റെ ബേസിൽ. ഏറ്റവും ഒടുവിൽ മഞ്ജരിയുടെ ആ ബൊമ്മ വന്നിട്ട് ബൊമ്മ ഹൗസിൽ കൊണ്ടുവന്ന് നമ്മുടെ അൻഷിത വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ദീപക് വന്ന് നോക്കുകയാണ് ആരുടെ ബൊമ്മയാണ് അവിടെ വേസ്റ്റിനകത്ത് കിടക്കുന്നത് നോക്കുമ്പോൾ ദീപകിൻ്റെയാണ്. അൻഷിതയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ടും. അൻഷിതയോട് ഇരിക്കേണ്ടെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞു, എന്തിനാ അത്ര നേരം ഇരുന്നത്. എന്നാണെങ്കിലും അൻഷിതയുടെ പുതിയൊരു ഗെയിം നമുക്ക് കാണാൻ പറ്റി എന്നൊക്കെ ദീപക് പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ മോർണിംഗിൽ എല്ലാവരും പാട്ടൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് മോർണിംഗ് ആക്ടിവിറ്റിയാണ് കേട്ടോ. അതായത് വന്നപ്പോഴുള്ള ക്യാരക്ടറും അത് ഇപ്പോഴുള്ള ക്യാരക്ടറും എങ്ങനെയാണ്, അതിൽ നിന്ന് ഒത്തിരി മാറിയിട്ടുണ്ടോ, മാറിയത് എന്നൊക്കെ പറയാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ പേരൊക്കെ വെച്ചിട്ട് പറയുന്നുണ്ട്. മാറ്റമുണ്ട്, റാണവിന് മാറ്റമില്ല, ആദ്യം വന്നപ്പോൾ തീപ്പരി പോലെ വന്നു, ഏറ്റവും അവസാനം ഒരുമാതിരി ആയി പോയിട്ടുണ്ടായിരുന്നു, അതേപോലെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന പോലെ തോന്നി, ഇപ്പോൾ ഭയങ്കര കൂട്ടത്തിൽ നിൽക്കുന്ന പോലെയൊക്കെ തോന്നി എന്ന് പറയുന്നത്. സൗന്ദര്യം എന്ന് പറയുന്ന ആൾ അതായത് ക്യാരക്ടർ മാറിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതേപോലെ അൻഷിത എന്ന് പറഞ്ഞാൽ സ്നേഹം മാത്രമുള്ളവളായിരുന്നു. പക്ഷേ ഇന്നലത്തെ ആ ടാസ്കിൻ്റെ ബേസ് നമുക്ക് മനസ്സിലായി, നല്ല രീതിയിൽ കളിക്കുകയും ചെയ്യും, നല്ലവണ്ണം സ്നേഹമുള്ള ആളാണ്, അങ്ങനെ എല്ലാം പറയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പം ശിവകുമാറിനോട് പറയാണ്, ഞാനോർത്ത് ജാക്കൻ്റെ ബൊമ്മ സേവ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷേ സേവ് ചെയ്തിരുന്നെങ്കിൽ എനിക്കും കളിക്കാമായിരുന്നു എന്ന് സൗന്ദര്യ പറഞ്ഞുകൊണ്ട് ശിവകുമാറിനടുക്ക് കരയുന്നുണ്ട്. അത് ജെഫ്രി വന്ന് കാണുന്നുണ്ട്. അതിൻ്റെ വേഴ്സിൽ കരച്ചിൽ മാത്രമുള്ള, നീ കരയുന്നവളല്ലേ, നീ ഇത് പോയി കരയെന്ന് പറഞ്ഞ് ജെഫ്രിയും നമ്മുടെ റാണവും കൂടെ പിണങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും സ്ഥലം സമാധാനിപ്പിക്കുക എന്നൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പം ഇവർ രണ്ടുപേരും നിൽക്കാൻ സമ്മതിക്കുക. റാണവല റയ്യാൻ നിൽക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് അവർ രണ്ട് സംസാരിക്കുക, നീ പോയി കര, നിനക്കതല്ലേ ഇഷ്ടം, പോയി കര എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പം പവിത്രയും നമ്മുടെ ആനന്ദിയും കൂടെ സംസാരിക്കുകയാണ്. തർഷികയ്ക്ക് ഇപ്പോൾ എല്ലാം വിശാലും മതി, കഴിക്കണമെങ്കിൽ വിശാൽ വേണം, അതേപോലെ ഒരു കയ്യിൽ അടിപെട്ടപ്പോൾ മറ്റൊരു കയ്യിലടി, അത് വെച്ച് ചെയ്യത്തില്ലേ, ഇവകൾ എന്തിനാ വിശാൽ തന്നെ ഇടണമെന്ന് എപ്പം നോക്കില്ല, അതാണ് കംഫർട്ടബിൾ സോൺ എന്നൊക്കെ അവൾ പറയുന്നു എന്നൊക്കെ ആനന്ദിയോട് പറയുന്നു. ഇനി ഈ പോക്ക് പോയി കഴിഞ്ഞാൽ മിക്കവാറും പ്രശ്നമാകുമെന്ന് പറഞ്ഞിട്ട്, സത്യം പറഞ്ഞാൽ തർഷിക കുറച്ച് നാളായിട്ട് ഹൈഡായിട്ട് കിടക്കുകയായിരുന്നു. തർഷികയ്ക്ക് എങ്ങനെയാണ് വെളി കാണിക്കേണ്ടത് എന്നറിയത്തില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ സീസണിലും ഒരു ലവ് സ്ട്രാറ്റജി വെളിയിൽ വരുന്നുണ്ട്, അതാണ് ഇവർ രണ്ടും പിടിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം അടുത്തൊരു ടാസ്ക്കാണ്, അതായത് ചീട്ട് വെച്ചിട്ടുണ്ട്. ആ ചീട്ടിൽ നമുക്കൊരു ചീട്ട് എടുത്തിട്ട് 2 സ്റ്റേറ്റ്മെൻ്റ് ഇടും. അത് ആരൊക്കെയാണെന്ന് മുഖത്തടിച്ച പോലെ പറയാൻ പറയുന്നുണ്ട്. ആദ്യമേ ദീപക്കാണ്. 100 ക്യാമറയിൽ അറിയണം എന്നാഗ്രഹിക്കുന്ന ആളായിരുന്നു സൗന്ദര്യ എന്ന് പറയുന്നുണ്ട്. അറിയണ്ട, അതായത് ക്യാമറ ഉണ്ടായാലും എന്നെ ഒന്നും അറിയണ്ടപ്പാ എന്ന് പറയുന്ന ആര്, രഞ്ജിത്താന്ന് പറയുന്നുണ്ട് കേട്ടോ. ശിവകുമാർ വന്നിട്ട് പറയാണ്, അതായത് ചൊക്കസമ്മ, എനിക്ക് അത് മനസ്സിലായില്ല, ചെസ് ബോർഡ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം, അങ്ങനെ കളിക്കുന്നത് ഒരു പെയർ ഏതാണെന്ന് ചോദിച്ചാൽ വിശാൽ തർഷിക എന്ന് പറയും, ഒരു മൂലക്കിരുന്ന് കളിച്ചോളും, അവരുമായിട്ട് ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. അത് രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യാത്ത ആളാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ സൗന്ദര്യം വന്നത് വിശ്വസിക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്നത് സാച്ചിനെയാണ്. പറഞ്ഞാലും വേസ്റ്റ്, നീ അത് കാര്യം എവിടെയെങ്കിലും പോയി പറഞ്ഞാലും വേസ്റ്റ് എന്ന് വിചാരിക്കുന്നത് റാണവിനെയാണെന്ന് പറയുന്നുണ്ട്. മഞ്ജരി വന്നിട്ട് അഭിനയിക്കാൻ പറ്റാത്ത ആളെന്ന് പറഞ്ഞ് സാച്ചിനെയാണ്, അഭിനയിച്ച് ഫലിപ്പിക്കുന്ന ആൾ ശിവകുമാറാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. വിശാൽ വന്നിട്ട് പറഞ്ഞാൽ കളിക്കാൻ പറയുന്നത്, ഇങ്ങനെ കളിക്കാൻ പറയുമ്പം നീ കളിക്ക് എന്ന് പറയുന്നതിൽ റയ്യാൻ കളിക്കുന്നുണ്ട്. കളി എന്ന് പറഞ്ഞിട്ടും കളിക്കാത്ത ആളെന്ന് പറയുന്നത് നമ്മുടെ സൗന്ദര്യമാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ റാണ വന്നിട്ട് പോയിസനെ പായസം പോലെ കൊടുക്കുന്നത് ജാക്ലിനാന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോയിസൺ തന്നെ വിളമ്പുന്ന ആൾ സൗന്ദര്യ എന്നാണ് പറയുന്നത് കേട്ടോ. അൻഷിത വന്നിട്ട് കുറച്ച് അടുത്ത് വാ എന്ന് പറയുന്ന ആൾ ആനന്ദിന്ന്, നീ വരുവേ വേണ്ട ദൂരെ പോ എന്ന് പറയുന്നത് ജാക്ലീനെയാണെന്ന് പറയുന്നുണ്ട്. ആനന്ദി പറഞ്ഞ പാവം സുത്തം എന്ന് പറയുന്നത് പവിത്രയാണ്, സുത്തം എന്ന് പറയുന്നത് സാച്ചിനെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതേപോലെ ജെഫ്രി വന്നിട്ട് പറയുന്നത് കുട്ടിത്തം ഉള്ള ഒരാളെന്ന് പറയുന്നത് സാച്ചിനെയാണ്. കുട്ടിത്തം എപ്പോഴും ഉള്ളിൽ തന്നെ ഉള്ളത് ആളെന്ന് പറഞ്ഞാൽ രഞ്ജിത്താണ് കേട്ടോ. സാച്ചിനെ വന്നിട്ട് പറയണത് പെയർ ആൻഡ് ക്യൂട്ട് എന്ന് പറഞ്ഞാൽ അരുൺ ആനന്ദി, അതായത് രാജാറാണി ടാസ്കിൽ അത് കളിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇഷ്ടമില്ലാത്ത 2 പേരെന്ന് പറഞ്ഞാൽ റയ്യാൻ ജാക്കാണ്, അനിയൻ എന്ന് പറയുന്ന അത് എനിക്ക് ഫേക്കായിട്ട് തോന്നുന്നത്, എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മറ്റേ ഇത് വരികയാണ്, എല്ലാവരെയും പറ്റി അനലൈസ് ചെയ്യുകയാണ് നമ്മുടെ ദീപക്കും വിശാലെല്ലാം. കുട്ടി വനിതാക്കയാണ് ജാക്ലിൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പം നമ്മുടെ
ടാസ്ക് വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം എന്നാണോ നല്ല രീതിയിൽ തന്നെ ഇന്നലത്തെക്കാട്ടിലല്ല, നമുക്ക് എവിടെ വെച്ച് തടയാം, എപ്പോൾ വേണമെങ്കിലും അത് എക്സ്ചേഞ്ച് ചെയ്യാം. എന്നാണ് മറ്റേ ബൊമ്മയുടെ ഹൗസിന് മുന്നിൽ വരെ നമുക്കത് എവിടെ നിന്ന് തന്നെ തട്ടിപ്പറിക്കുവോ ആരെ വെളിയിലാക്കുവോ അതൊക്കെ നമുക്ക് ചിന്തിക്കാമെന്ന് ഇന്നലത്തെക്കാട്ടിൽ ഇന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് നല്ല രീതിയിൽ അവർ ചെയ്യുന്നുണ്ട്, ഓരോരുത്തർ ഔട്ടാക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ദീപകിനോട് മുത്തുക്കുമാർ പറയുകയാണ്, അതായത് അരുൺ, വിശാൽ, ജാക്ലിൻ, സൗണ്ട് ഇവരെല്ലാം കൂടെ ഇങ്ങനെ ഒരു ഹോൾഡ് ഉണ്ട്, അത് കാരണം കൊണ്ടാണ്, അത് വെച്ചാണ് ഇവർ കളിക്കുന്നത്. അപ്പം ദീപക് അത് നിൻ്റെ പ്രോസ്പെക്റ്റസ്, ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ആവണം എന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രേ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ടാസ്കിനിടയ്ക്ക് ചെറിയൊരു ആർഗ്യുമെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. മൊത്തത്തിൽ എനിക്ക് നോക്കുവാണെങ്കിൽ തർഷിക ഒരു സ്ട്രാറ്റജി ഇറക്കുന്നുണ്ട്, ലവ് സ്ട്രാറ്റജി. അതർവൈസ് ബാക്കി എല്ലാവരും നോർമൽ പോലെ കളിച്ചു പോവാണ് കേട്ടോ.